അതെന്റെ തലയുടെ പുറകെ ശരിക്കും വന്നതാ. നല്ലവരുടെ പുറകെ ഇങ്ങനെയൊക്കെ വരും. എന്താ ചെകുത്താനാ അതിന്റെ പുറത്ത് റാക്കോടെ നിക്കണോ പോകാന്ന് പറഞ്ഞാലില്ല. അമ്മാതിരി പോകണ വായിക്കൂടെ നോക്കിക്കൂടെ വേറെ എന്തെങ്കിലും വരും. വൃത്തിയിട്ട ഇതുങ്ങളെ കൂടി ഞാൻ വീണ്ടും വീണ്ടും പറയണ സമാധാനപരമായിട്ടുള്ള വ്ളോഗാണ് ഞാനിത് ആഗ്രഹിക്കണത്. ഇനി അതെന്താന്നറിയോ, അവിടെ പോണ സ്ഥലം എന്ന് പറഞ്ഞാല് ഇങ്ങനെ മറ്റേ എങ്ങനത്തെ സ്ഥലമാണ് അറിഞ്ഞൂടാ ഇങ്ങോട്ടാ പോണേന്ന്. പിന്നില്ലേ നമ്മുടെ ബാക്കിൽ കുറച്ച് ഹിന്ദിക്കാരാണ്, ഇവിടുത്തെക്കാരാണ് ഹിന്ദിക്കാര് ഇന്ത്യൻസ് ഉണ്ട്. അവരുടെ പുറകെ ഞങ്ങള് പോണേടെ വഴി അറിയാനായിട്ട് ഞങ്ങള് വേണ്ട ഞങ്ങൾക്ക് ശരിക്കും വഴി അറിയില്ലായിരുന്നു. അപ്പൊ ഇവര് ഇവിടം വരെ ഞങ്ങളുടെ ഒപ്പം ഉണ്ടായിരുന്നു. അപ്പൊ ഞങ്ങൾക്ക് മനസ്സിലായി അവര് നമ്മുടെ ഒരേ സ്പോട്ടിലായിട്ടായിരിക്കും പോണതെന്ന്. അപ്പൊ അവരെങ്ങോട്ട് പോണം, ഞങ്ങൾ അങ്ങോട്ട് പോണം. ഞങ്ങൾക്ക് പ്രത്യേകിച്ച് അങ്ങനെ ഇന്ന സ്ഥലം വേണമെന്നൊന്നുമില്ല, ഒരു ഭംഗിയുള്ള ഒരു സ്ഥലം വേണം, അത്രേ ഉള്ളൂ. ഞങ്ങൾക്ക് അങ്ങനെ ട്രെയിൻ കിട്ടി. ഈ ട്രെയിനിൽ കൂടെ പോണ വഴി എന്ന് പറഞ്ഞാലില്ലേ അടിപൊളിയാണ്. അടിത്തരം ഈശ്വരാ പോവല്ലേ ആ വെയിലിടയിൽ കൂടെ വന്നത്. ശടം മോനെ ഇപ്പുറത്തായിരുന്നു നല്ലത്. പോണ വഴിയൊക്കെ അടിപൊളി. ഇനി പറയാം ഞങ്ങളുടെ സെലക്ഷൻ സ്പോർട്സ് സെലക്ഷൻ ഒന്ന് പോയാടന്ന് അവിടെ എത്തിയിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്ഥലം പറയാം. ഇവിടുന്ന് വെയില് വന്നിട്ട് ഇവിടെ ഇത്ര നല്ല വീഡിയോ അല്ലല്ലോ, ഇത്ര നല്ല വ്യൂസ് ഒക്കെ ഇങ്ങനെ പോണ സമയത്ത് അത് കാണാണ്ട് ഇവിടെ ചിലവര് ചെയ്യണ കണ്ട ഉറങ്ങണ് നീ തന്നെ. എനിക്ക് ആകെ ഒരു ജെബി മാത്രം ഉണ്ടെല്ലാം കാണുന്നത്. ഒരു 17 മണിക്കൂർ, എത്ര മണിക്കൂറായി ഇപ്പൊ ഏകദേശം 20 മണിക്കൂർ ഇപ്പൊ ട്രാവൽ ചെയ്ത് വന്നത് ഈ ഒരു സംഭവത്തിന് വേണ്ടിയിട്ടാണ്. ഈ ഒരു സംഭവം കാണാൻ എന്നിട്ട് കണ്ണു തുറന്ന് ഇരിക്കോ അതും ഇല്ല. എന്നിട്ട് അവിടെ കിടന്നിറങ്ങണ്. ഞങ്ങളില്ലേ മഞ്ഞ് കറക്റ്റ് മഞ്ഞുള്ള സ്ഥലത്തെത്തി. ഞങ്ങളെ മെയിൻ സ്പോട്ടിൽ ഞങ്ങൾ ഇറങ്ങി. എങ്ങനെയുണ്ട് അമ്മ, ഇഷ്ടപ്പെട്ടാ? പോണ വഴിയൊക്കെ വ്യൂ എന്ന് പറഞ്ഞാൽ ഫുൾ വ്യൂ കണ്ടു. ഫ്ലാഷ് ബാക്ക് അമ്മ ഉറങ്ങണായിരുന്നു. ഈ അവസരത്തിൽ അമ്മന് എന്ത് പാട്ടാണ് പാടാൻ തോന്നുന്നത്? ബൾബുകൾ ഇല്ലേ ഇവിടെ എവിടെ നോക്കിയാലും മഞ്ഞല്ല, നല്ല ഫ്രെയിമാണ്. എവിടെ നോക്കിയാലും നല്ല ഫ്രെയിമാണ്. നമ്മ എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും അടിപൊളി എന്ന് പറയാൻ പറ്റും. എനിക്ക് എല്ലാ സ്ഥലവും കണ്ടിട്ട് ഹായ് ഇത് കൊള്ളാം അത് കൊള്ളാന്നൊക്കെ തോന്നണായിരുന്നു. പക്ഷെ തണുപ്പെന്ന് പറയാൻ ഇവിടെ അത്ര തണുപ്പ് തോന്നണില്ല കേട്ടോ. ഇതിന് മുന്നേ ഞങ്ങൾ ഏതൊരു റെയിൽവേ സ്റ്റേഷനിൽ കിടന്നല്ല, അവിടെയൊക്കെ നല്ല തണുപ്പായിരുന്നു. ഇവിടെ തണുപ്പ് തോന്നണില്ല, മഞ്ഞ് പെയ്ത് കിടക്കുന്നുണ്ടെന്നുള്ളൂ. ഇനി ബസ് കയറണം. അതെ, ബസ് കയറാൻ വേണ്ടിയിട്ട് ആൾക്കാർ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ബസ്സിന് നല്ല തിരക്കായിരിക്കും. ടിക്കറ്റ് കാണിക്കണം. ടിക്കറ്റ് എടുക്കില്ലെന്ന് നമുക്കിപ്പോൾ അറിയാം. എക്സ്പ്ലോർ ചെയ്തിട്ട് തിരിച്ചു പോവാൻ. ടിക്കറ്റ് എടുക്കില്ല എന്നുണ്ടെങ്കിൽ നമ്മളിപ്പോൾ പോണത് ഒരു കാസിൽ ടിക്കറ്റ് ഉണ്ട്. കോട്ടയ്ക്ക് പോണ വഴിയാണ് ഞങ്ങൾ ബസ്സിന് വന്നത്. വന്ന വഴി അടിപൊളിയായിരുന്നു. അങ്ങനെ നമ്മൾ മെയിൻ സ്പോട്ടിൽ എത്തി. ഞാൻ സത്യം പറയാല, ബസ്സിൽ കൂടെ പോണ വഴി എന്നൊക്കെ പറയുമ്പോൾ അടിപൊളിയായിരുന്നു. കാട്ടിത്തരാം. ഇതാ കാണുന്ന ദൂരെ കാണുന്നതാണ് നമ്മൾ പോകാൻ പോണ സ്ഥലം. തിരിച്ചു നടക്കണമെന്ന് നടന്ന് ഈ പൊക്കത്തോട്ട് കയറണം, അത് കാണാൻ പറ്റില്ല. ഫുൾ പോകാം, കുറെ നടക്കാനുണ്ട്. ഇപ്പൊ തുടങ്ങിയിട്ടുണ്ട് കുന്തളിപ്പ് പല പേരുകളും പറയാം. ഗൈസ്, ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണ വഴി ചെറിയ അരുവികൾ.
എവിടെന്നോ മഞ്ഞ് പെയ്ത്. ആ ഇതിന്റെ മരത്തിൽ എന്തെങ്കിലും ഉണ്ടാ? മരത്തിന്ന് പെട്ടെന്ന് മഞ്ഞ് പെയ്തു. ഇല്ലടാ, എല്ലാരും പോടാ അവിടെന്ന്. എടാ സീരിയസ്ലി വീണെന്തോ ഇല അനങ്ങിയതാ. കരടി ഒന്നല്ല, ഞാൻ കൊരങ്ങനായിരിക്കും കരുതി. എനിക്കറിയില്ല, എന്തോ പെട്ടെന്ന് മഞ്ഞ് പെയ്തു, എന്തോ കുലുങ്ങിയപ്പോഴേക്കും. നമ്മൾ നടന്ന് ഒരു പൊക്കത്തെത്താറായി, കാസലിന്റെ അടുത്തെത്താറായി. പക്ഷെ ഇത് താഴ്ത്തോട്ടുള്ള വ്യൂ കാണുന്നില്ല. അതേ കുതിര, പണ്ടത്തെ വൈബ്. ഇതെന്തെങ്കിലും നമ്മള് ചെയ്യോ? ഒറ്റ ചവിട്ടാന്നാ മതിയല്ലേ? പോയി. ഇതൊക്കെ എന്ത്? എങ്ങനെയുണ്ടല്ലോ? ഓക്കെ, ഇഷ്ടപ്പെട്ടാ? കിതക്കണമൊന്നുമില്ലല്ലോ. കുറെ നടന്ന് എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റിയില്ല, കാരണം തീട്ടി വീഴും. താഴെയൊക്കെ ഫുള്ള് ചെള്ളയാണ്, ഐസ് മെൽറ്റ് ആയിട്ട്. ഇനി ഞാൻ കാസലിന്റെ അടുത്ത് എത്തിയിട്ട് എടുക്കണുള്ളൂ. ചാർജ് തീരാറായി. മഞ്ഞെടുത്ത് എല്ലായിടത്തും ഇടണേണ് ഗൈസ്. അങ്ങനെ ഞങ്ങള് കാസലിന്റെ പൊക്കത്തെത്തുമ്പോ തന്നെ നല്ല വ്യൂ ആണ് കേട്ടോ. ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തിട്ടിരിക്കണേ, കടുത്തരാം. ഗൈസ് ഇനി ചിലപ്പോ അയ്യോ, ഞാൻ വെള്ളച്ചാട്ടം കാട്ടിയില്ല. ഇവിടെ വെള്ളച്ചാട്ടം കാണാട്ടോ, പൊക്കത്തുനിന്ന് നോക്കിയാല് ഐസിന്റെ ഇടയിൽ കൂടെ വെള്ളം ഒഴുകുന്നു. കാണുന്നുണ്ടോന്ന് എനിക്കറിയില്ല. വെള്ളച്ചാട്ടമാണത്, കാണുന്നില്ല. സംഭവം അതാണ് കാസില്. പക്ഷെ എല്ലാരും ഫോട്ടോ എടുക്കണത് ഇവിടെ നിന്നാണ് ആംഗിള്. മൈനസെറ്റിന്റെ ഫീലില്ല. ഇവിടെയൊക്കെ ചവിട്ടിയാ തീട്ടി വീഴും.